ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമാധാനപരമായി തിരികെ നൽകണമെന്നും അതിൽ തർക്കമുണ്ടാകരുതെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അത്തരം തർക്കങ്ങൾ ഉള്ളിടങ്ങളെ പള്ളി എന്ന് വിളിക്കുന്നതിന് പകരം തർക്കമന്ദിരം എന്ന് വിളിക്കണമെന്നും യോഗി പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പ്രത്യയശാസ്ത്രവുമായി ഈ രാജ്യം മുന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാരണം ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ്. മുസ്ലിങ്ങൾ ഇതിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി നടക്കില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും ഭാഗിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഇതൊരു മതരാജ്യമാക്കി മാറ്റാമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയ്ക്കൊക്കെ താല്പര്യവും അത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ബഹുസ്വരത, അതാണ് മനോഹരം എന്ന് വിചാരിച്ചിരുന്ന ഈ രാജ്യത്തിന്റെ അമരക്കാര് തന്നെയാണ് ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കട്ടെ, എല്ലാ മതവിഭാഗത്തിനും ഒരു കുടക്കീഴിൽ തുല്യ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു നാനാത്വത്തിൽ ഏകത്വം ഈ രാജ്യത്ത് നിലനിൽക്കട്ടെ എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് യോഗി പറഞ്ഞത്. ഇനി മതത്തിന്റെ പേരിൽ ഹൈന്ദവ രാഷ്ട്രം, ക്രൈസ്തവ രാഷ്ട്രം, അത് അവർക്ക് താല്പര്യമില്ല. ഇസ്ലാമിക രാഷ്ട്രം, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ എത്ര വലിയ ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാലും ശരി അത് നടക്കില്ല എന്ന് യോഗി പറയാനുള്ള കാരണം അതാണ്. അതുപോലെ ഇത് പള്ളിയാണോ, അമ്പലമാണോ, ചർച്ചാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ, തർക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ ഒരു കാരണവശാലും അത് പള്ളി എന്ന് പറയരുത്, അത് മസ്ജിദ് എന്ന് പറയരുത്, അമ്പലം എന്ന് പറയരുത്, തർക്കഭൂമി അഥവാ തർക്കത്തിൽ നിൽക്കുന്ന ആരാധനാലയം, അതല്ലെങ്കിൽ തർക്കമന്ദിരം, അതേ വിളിക്കാൻ പാടുള്ളൂ. മുസ്ലിം ലീഗ് കരുതുന്നത് പോലെ ഒരു ഇസ്ലാമിക ശരീഅത്ത് രാജ്യമാക്കി ഇന്ത്യയെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കേണ്ട. അത് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയമാണ്. ഇതര ഇസ്ലാമിക സംഘടനകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ യോഗി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിന് ശ്രമിക്കേണ്ട, നടക്കില്ല എന്ന് പറഞ്ഞത്. ഇതാണ് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒവൈസി പറഞ്ഞത്. നരേന്ദ്രമോദി എല്ലാ കാലവും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല, യോഗി UPയുടെ മുഖ്യമന്ത്രിയായി എല്ലാ കാലവും ഇരിക്കില്ല. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ഭരണം മാറി മാറി വരും. അങ്ങനെ മാറി വരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ആ കസേരയും നഷ്ടപ്പെടും, മുഖ്യമന്ത്രി യോഗിക്ക് ആ കസേരയും നഷ്ടപ്പെടും. അന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ ഇസ്ലാം മതരാജ്യമാക്കി മാറ്റും. അപ്പോഴും ഇസ്ലാം മതരാജ്യമാക്കി മാറ്റാൻ ഈ രാജ്യത്ത് 2 തടസ്സങ്ങളാണ് ഒവൈസി കാണുന്നത്. 1 മോദിയും, 2 യോഗി. പ്രയാഗ്രാജിൽ സ്വകാര്യ TV ചാനൽ സംഘടിപ്പിച്ച ധർമ്മ സൻസദിലാണ് യോഗി പല കാര്യങ്ങളും വെളിപ്പെടുത്തി അങ്ങ് പറഞ്ഞത്. ശ്രീ ഹരിവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം സംഭാലിൽ ജീവിക്കാൻ പോകുന്നു എന്നും നമ്മുടെ പുരാണങ്ങളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നും യോഗി പറഞ്ഞു. വിഷ്ണുവിന്റെ ഏത് അവതാരം എപ്പോൾ വരും എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ സംഭാലും ഉൾപ്പെടുന്നു. ഇക്കാലത്ത് സംഭാലിൽ കാണുന്നതെല്ലാം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്നും ഇതിനോടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നു. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്, ഞാനൊരു വിശ്വാസിയല്ല. ഇന്ത്യയിൽ എഴുതപ്പെട്ട എല്ലാ പുരാണങ്ങളും 3500നും 5000നും ഇടയിൽ രചിക്കപ്പെട്ടതാണെന്നും ഇവ രചിക്കപ്പെട്ട സമയത്ത് ഈ ഭൂമിയിൽ ഇസ്ലാം ഇല്ലായിരുന്നു എന്നും യോഗി തുറന്നടിച്ചു. സനാതനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാം ഇല്ലാതിരുന്ന കാലത്ത് ജുമാ മസ്ജിദ് എവിടെ നിന്നാണ് വന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. വിഷ്ണുവിന്റെ ക്ഷേത്രം പൊളിച്ചു മാറ്റിയാണ് പള്ളി പണിതത് എന്ന് INE അക്ബരിയിൽ പരാമർശിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് അവരുടെ വേദഗ്രന്ഥം പറയുന്നതെങ്കിൽ അവരുടെ തെറ്റ് അംഗീകരിക്കണം. അത്തരം ഒരു സാഹചര്യത്തിൽ സനാതനത്തിന്റെ ചിഹ്നങ്ങൾ സമാധാനപരമായി തിരികെ നൽകണമെന്നും അത് തിരികെ നൽകുന്നതിനെ കുറിച്ചിട്ട് ഒരു വിവാദവും ഇനി ഉണ്ടാക്കണ്ട എന്നും യോഗി പറഞ്ഞു. 1526 സംഭാലിലും 1528 അയോധ്യയിലും ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റി. ഇവിടെ തർക്ക മന്ദിരം നിർമ്മിച്ചതായി INE അക്ബരി പറയുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ ഇവ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അംഗീകരിക്കണം. തർക്കസ്ഥലങ്ങളെ പള്ളികൾ എന്ന് വിളിക്കരുത്. നമ്മൾ ഇത് പറയുന്നത് നിർത്തുന്ന ദിവസം ആളുകൾ അവിടെ നിന്ന് പോകുമെന്നും, അതായത്
തർക്കപ്പള്ളി അതല്ലെങ്കിൽ അമ്പല തർക്കം, മസ്ജിദ് ഇതൊന്നും പറയാതെ ഇരുന്നാൽ ആ തർക്കിക്കുന്ന ആളുകൾ തന്നെ അവിടെ നിന്നും പിൻവാങ്ങിപ്പോകും എന്നാണ് യോഗി പറയുന്നത്. സംഭാലിലെ ഷാഹി മസ്ജിദിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ സംഭാലിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ തന്നെ മീഡിയകളിൽ സജീവമായി കാണുന്നത്. ഇപ്പോ സംഭാലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡേറ്റകൾ ഇന്ന് ലഭ്യമാണ്. യുപിയിലെ സംഭാലിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 209 ഹിന്ദുക്കളാണ് എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു. 1978 184 ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത സ്ഥലമാണ് സംഭാൽ. എന്നാൽ ഇത്രയും ഹിന്ദു കൂട്ടക്കൊലകൾ ഒരു രാഷ്ട്രീയ നേതാവും ഹിന്ദുക്കൾക്കു വേണ്ടി വായു തുറന്നിട്ടില്ല ഇതിനെ സംബന്ധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. യുപി മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ 10ാം അവതാരം സംഭാലിൽ ഉണ്ടാകുന്നതാണെന്നും ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് അങ്ങനെയാണെന്നും അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ നിരവധി ക്ഷേത്രങ്ങൾ അവിടെ തകർക്കപ്പെട്ടെന്നും യോഗി. 1978 ശേഷം സംഭാലിൽ ക്ഷേത്രങ്ങൾ തുറക്കാൻ മുസ്ലിങ്ങൾ അനുവദിച്ചിരുന്നില്ല. 1948 6 പേര് സംഭാലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1958 1959 കലാപങ്ങൾ ഉണ്ടായി. 1976 5 പേരാണ് കൊല്ലപ്പെട്ടത്. 1978 184 ഹിന്ദുക്കളെയാണ് കൂട്ടമായിട്ട് ഇല്ലാതാക്കിയത്. വീടുകളും വസ്തുക്കളും ഒക്കെ തീവച്ചു. 1980 വീണ്ടും കലാപമുണ്ടാകുകയും ഒരാളെ ഇല്ലാതാക്കുകയും ചെയ്തു. 1981 82 കലാപങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. 82 4 പേരെ ഇല്ലാതാക്കി. 1990 99 സംഭാൽ വർഗീയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും ഇതാണ് സംഭാലിന്റെ ഒരു ചരിത്രത്തിന്റെ ചെറിയ പോയിന്റ് എന്നും യോഗി പറഞ്ഞു. പോലീസിനെതിരെ കല്ലെറിയുകയും ആക്രമണം നടത്തുകയും ചെയ്ത ഒരാൾ പോലും രക്ഷപ്പെടില്ല. കർശനമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകും. സംഭാലിൽ സർവേ നടത്തുന്നത് തുടർച്ചയായ 3ാം ദിവസവും തടഞ്ഞതോടുകൂടി പോലീസ് നടപടി ശക്തമാക്കുകയായിരുന്നു. വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷമാണ് പോലീസിനെതിരെ ആക്രമണം ആരംഭിച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാകുന്നതോടുകൂടി യഥാർത്ഥ കുറ്റക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും യോഗി പറഞ്ഞു. അവർക്ക് മാതൃകാപരമായ രൂപത്തിലുള്ള ശിക്ഷ ഉറപ്പാക്കുമെന്നും യോഗി പറഞ്ഞു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കോടതി വ്യവഹാരങ്ങൾ അനുസരിച്ചിട്ട് അഡ്വക്കേറ്റ്സും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് ചർച്ചാണോ അമ്പലമാണോ മസ്ജിദാണോ എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിന് വന്നപ്പോൾ അവരെ തടയുകയും കല്ലെറിയുകയും അവരുടെ വാഹനങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്ത ഒരു പറ്റം ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസുകൾ മുറുകുന്നത്. നിയമം കയ്യിലെടുക്കാൻ ഒരാളെയും യുപിയിൽ യോഗി ഇരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല എന്ന് യോഗി ആദിത്യനാഥ് പറയുകയും ചെയ്തു. ഇതിനു മുമ്പും ഇവർ എപ്പോഴും അട്ടഹാസങ്ങൾ ഉണ്ടാക്കി കലാപങ്ങൾ ഉണ്ടാക്കി ഒരു ഭയചകിതമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ചെറിയ കുട്ടികൾ കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു വിളിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് പോലെ അവര് നിർബന്ധപൂർവം അവര് എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് നേടിയെടുക്കുന്നത് വരെ അവർ കരയും. അതുപോലെ ഇവരും അട്ടഹാസങ്ങൾ ഉണ്ടാക്കി ഒരു സീന് ക്രിയേറ്റ് ചെയ്ത് ആളുകളെ നിശബ്ദരാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അത് യോഗിയോട് നടപ്പില്ലെന്നുമാണ് യോഗി പറഞ്ഞത്. നന്ദി.